ഇവൻ പറയും. പറയടാ പന്നി. പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഞാൻ പറഞ്ഞോളാം. സാറിനെ കൊല്ലാൻ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നത് ഈ SP സാറാ. എടാ കേട്ടല്ലോ, വടക്കൻ വീട്ടിലെ അമ്മാവന്മാരും ചേട്ടായിമാരും ഒക്കെ ഈ കൊച്ചനിനെ വളർത്താനല്ല കൊല്ലാനാ ഇവന് കാശ് കൊടുത്തത്. അത് എന്നാത്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്നാടാ ഇവനീ പറഞ്ഞൊക്കെ നേരാണോ? നേര് തന്നെയാ. വല്യപ്പന്റെ ഒസിയത്ത് പ്രകാരം ഈ കാണുന്നതെല്ലാം വിഹിതം വെക്കാൻ ഇവനുണ്ടെങ്കിലേ മതിയാവുന്നുള്ള അഹങ്കാരം വെച്ച് പിന്നെയും ഇത്രയും മീശ മുളച്ചോമാരെ കൊരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ തന്നെയാ തീരുമാനിച്ചത്. പ്രൈവറ്റ് ഹാർബറിന് വേണ്ടി 300 കോടിയുടെ ഷെയർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം കൂടെ ചേർത്ത് സായിപ്പിന്റെ കോത്താഴ്ത്തി എഴുതിത്താണെന്ന് തോന്നിയില്ല. എനിക്ക് മാത്രമല്ല ഇവന്മാർക്കും. ഇല്ലെന്ന് ഇവര് പറയട്ടെ. എങ്ങനുണ്ടമ്മാവാ സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പ്രാക്കന്മാര് നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനൊരു സീൻ കണ്ടിരുന്നോ? സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശ് കൊടുക്കുന്ന സീൻ. തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും. പണ്ടും അത് തന്നെയാണല്ലോ ശീലം. കൊന്നു തള്ളാൻ കാശ് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലോ. ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന്? ഈ താന്തോതിയുടെ മുഖത്ത് നോക്കി നടക്കട്ടെ. 70 തികഞ്ഞതിന്റെ ആഘോഷവും അതിന്റെ പേരിലുള്ള വെട്ടിവീഴുകളും എല്ലാം നടക്കട്ടെ. ഇത്രയും കാലം ജീവിച്ചതിന്റെ തട്ടുകട തീർക്കാനും ഇനിയും ചെയ്തു കൂട്ടാൻ പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്താനും 1000 പൂർണ്ണയന്ത്രന്മാരെ കണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ ഈ ആയുസ് ഇനിയും ബാക്കിയുണ്ടാകുന്ന വ്യാമോഹിക്കണ്ട. നല്ല നേരം നോക്കി മാമൂദ് സമുക്കി 4 നേരം അന്നം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളോടും കൂടി പറഞ്ഞേക്ക്. വക്കീലേ, എന്തോ ഏത് പ്രമാണത്തിലോട്ടാ കൊച്ചുകുഞ്ഞ് ഒപ്പിടേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി ഈ തറവാട്ടുമുറ്റത്ത് ഇപ്പൊ കണ്ട പോലെ കൂടപ്പുറപ്പുകളായിട്ടൊരു യുദ്ധം ആവർത്തിക്കാതിരിക്കാനാ. പിന്നെ എല്ലാം കൂടെ വീതിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതിന്ന് ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട. ഈ രണ്ട് മനസ്സല്ലാതെ